കക്കാടപ്പൊയിലുള്ള PV അൻവറിന്റെ പാർക്കിനെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് കൂടരഞ്ഞി പഞ്ചായത്ത്. അൻവറിന്റെ PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനാണ് നടപടി. കോടതി ഉത്തരവിട്ട 8 മാസത്തിന് ശേഷമാണ് പഞ്ചായത്തിന്റെ നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഗൂഗിൾ കൂടുതൽ വിവരങ്ങൾ. PV അൻവർ CPM നേതൃത്വവുമായി സംസ്ഥാന സർക്കാരുമായി ഈ ശക്തമായ ഒരു സമര പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ തന്നെ PV അൻവറിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലുള്ള നാച്ചുറൽ പാർക്കിനെതിരെ നിയമ നടപടിയുമായിട്ട് LDF തന്നെ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 8 മാസം മുമ്പ് ജനുവരി 31 ഈ കൂടരഞ്ഞിയിലെ PV അൻവറിൻ്റെ PVR നാച്ചുറൽ പാർക്കിൽ അനധികൃതമായി കെട്ടിയിട്ടുള്ള തടയണ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഈ 8 മാസവും കണ്ണടച്ചിരുന്ന ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ് PV അൻവർ ഇടതു സർക്കാരിനെതിരെ പല വിമർശനങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ പൊളിക്കാൻ റീടെൻഡർ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഈ ജനുവരി 31 ഹൈക്കോടതി ഉത്തരവിടുകയും പിന്നീട് 6 മാസത്തേക്ക് ഒരു നടപടിയും ഉണ്ടാവുകയും ചെയ്യാതിരുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഈ ജൂലൈ 25 ഒരു മാസത്തിനകം ഈ തടയണ പൊളിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പറയുകയുണ്ടായി. എന്നാൽ ഒരു മാസം കഴിഞ്ഞ് ആഗസ്റ്റ് 25 ആ ഒരു മാസത്തിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്തും കൂടരഞ്ഞി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ADGP MR അജിത് കുമാറിനെതിരെയും CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ ഉൾപ്പെടെ പല രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ PV അൻവറിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുടുക്കാനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണി ഭരിക്കുന്ന പല പഞ്ചായത്തുകളും മുന്നോട്ടേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 8 മാസം മുമ്പ് ഇത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കാതിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് PV അൻവറിനെതിരെ ഒരു കേസെടുത്തത്. അതായത് ഉന്നത പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ഫോണുകൾ ചോർത്തി എന്ന ആരോപണം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ട് PV അൻവർ തന്നെ താൻ ചോർത്തിയ പലതരത്തിലുള്ള ഫോൺ കോളുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിനെതിരെ കഴിഞ്ഞ മാസം 3-ാം തീയതി പുറത്തുവിട്ട ഒരു പരാതി, കറുകച്ചാലിൽ കൊടുത്തിട്ടുള്ള ഒരു പരാതി 25 ദിവസത്തിന് ശേഷമാണ് DGP കറുകച്ചാൽ പോലീസിലേക്ക് കൈമാറുന്നത്. അതായത് 3-ാം തീയതി ഇതിനെതിരെ ഒരു മുൻ കോൺഗ്രസ് നേതാവ് പരാതി DGPക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകുന്നു. 25 ദിവസം ആ പരാതിയിന്മേൽ DGP ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം 27-ാം തീയതി CPMന്റെ സംസ്ഥാന സെക്രട്ടറി PV അൻവറിനെ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ പരാതി DGP കറുകച്ചാൽ പോലീസിന് ഫോർവേഡ് ചെയ്യുന്നു. അന്ന് രാത്രി 8:20 പരാതിക്കാരനെതിരെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിക്കാരന്റെ മൊഴിയെടുത്ത് FIR രേഖപ്പെടുന്നു. ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പല ആരോപണങ്ങളുമായി PV അൻവർ മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ PV അൻവറിനെ കൊടുക്കാനുള്ള ചില നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ അല്പസമയം മുമ്പ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു പറയുകയുണ്ടായി, താൻ ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ 25ഓളം ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകൾ താഴെ പോകാൻ അല്ലെങ്കിൽ അതിന്റെ ഭരണം പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമെന്നുള്ള ആരോപണങ്ങളൊക്കെ PV അൻവർ പറയുന്നു. ഓരോ മണിക്കൂറുകളിലും PV അൻവറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോർമുഖം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും PV അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് കോഴിക്കോട് അത്തരത്തിലുള്ള ഒരു വിശദീകരണ യോഗമുണ്ട്. നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണ യോഗം PV അൻവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, വിളിച്ചു ചേർത്തിരിക്കുന്നു. ആ ഘട്ടത്തിൽ CPM കൂടുതൽ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിനിധികളുടെയും CPMന്റെ നേതാക്കന്മാരുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും. ശരി.